ചാമ്പ, പേരക്ക, മാങ്ങ ഇതൊക്കെ സാധാരണയായി നമ്മൾ നട്ടുവളർത്തുന്ന പഴങ്ങളാണ്. വിൽക്കാനാണ് വളർത്തുന്നതെങ്കിൽ പെട്ടെന്ന് പഴുക്കാനും കേടുപാടുകൾ വരാതിരിക്കാനും കീടനാശിനികൾ തളിക്കുന്നവരുണ്ട്. എന്നാൽ ചൂരിപ്പഴം, ഗോൾഡൻ ബെറി, കൊട്ടപ്പഴം ഇവയൊക്കെ നമ്മൾ നടാതെ വളം കൊടുക്കാതെ ഒരു രാസവസ്തുക്കളും ഉപയോഗിക്കാതെ തന്നെ മരം നിറയെ പൂത്ത് കായ്ച്ച് കായുണ്ടാകുന്നവയാണ്. ഗോൾഡൻ ബെറിയൊക്കെ ഇപ്പോൾ കൃഷി ചെയ്ത് വിപണിയിൽ ലഭിക്കാനും തുടങ്ങി. ഇങ്ങനെ താനെ വളർന്നു വരുന്ന ചെടികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പഴങ്ങൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നവയും കൂടെയാണ്. ചൂരിപ്പഴവും കൊട്ടപ്പഴവും ഒക്കെ കഴിക്കാതെ വളർന്നു വന്ന ഒരു കുട്ടിക്കാലം നമുക്കൊക്കെ കുറവായിരിക്കും. ചൂരിപ്പഴവും കൊട്ടപ്പഴവും അല്ലെങ്കിൽ വഴിയരികിൽ നിൽക്കുന്ന മറ്റേതെങ്കിലും പഴങ്ങളൊക്കെ കഴിച്ചായിരിക്കും നമ്മളിൽ പലരും വളർന്നു വന്നത്. ഒന്നിനെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാത്ത നിഷ്കളങ്കമായ ബാല്യത്തിൽ നിന്നും ചുറ്റുമുള്ള എല്ലാം നമ്മളെയും ബാധിക്കുന്ന തിരിച്ചറിവുള്ള കാലത്തേക്ക് കടന്നു വന്നപ്പോൾ അന്ന് കഴിച്ചിരുന്ന പഴങ്ങളൊക്കെ വീണ്ടും ഒന്ന് കഴിച്ചു നോക്കാൻ നമ്മളിൽ പലർക്കും ഇപ്പോൾ മടിയാണ്. ഇതൊക്കെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പഴങ്ങളാണെന്ന് സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇന്നത്തെ കാലത്ത് മറന്നു പോകുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ കടകളിൽ നിന്നും കിട്ടുന്ന പഴങ്ങളും മറ്റുമേ കഴിക്കാറുള്ളൂ. അവർക്ക് അതേ അറിയുകയുമുള്ളൂ. നമ്മുടെ ജീവിത രീതികളും ജീവിത ശൈലികളുമൊക്കെ മാറിയെങ്കിലും ഈ കാലത്തും ഏതെങ്കിലുമൊക്കെ കാടുകളിലും വഴിയോരങ്ങളിലും പറമ്പുകളിലുമൊക്കെ ചൂരിപ്പഴവും കൊട്ടപ്പഴവുമൊക്കെ പൂത്ത് കായ്ക്കുന്നുണ്ടാകും. അതൊക്കെ നമ്മളാരും കാണാറില്ലെന്ന് മാത്രം.